10ാം ക്ലാസ്സിലെ ഐടിയിലെ തിയറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ അനുമതിയില്ലാതെ കയറുന്നതിനെ പറയുന്ന പേരെന്താണ്? ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര രസമല്ലേ? എന്നാൽ ഇവിടെ തന്നെ നിങ്ങളൊരു കാര്യം പഠിച്ചോ, എത്തിക്കൽ ഹാക്കിംഗ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നാളെ തന്നെ പോയിട്ട് അടുത്ത വീട്ടിലെ കുട്ടീൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാം, അതല്ല ഇവിടെ പരിപാടി. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമതിയോടുകൂടി തന്നെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ ഉള്ള പിഴവുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാക്കിംഗ് മെത്തേഡാണ് എത്തിക്കൽ ഹാക്കിംഗ്. അത് ലീഗലാണ്, അത് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വിച്ച് പാർട്ട് ഓഫ് ദ റോബോട്ട് കൺവേർട്ട് സിഗ്നൽ ടു മൂവ്മെന്റ്? സിഗ്നലിനെ മൂവ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പാർട്ട്, റോബോട്ടിന്റെ പാർട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് യാന്ത്രിക ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആ പാർട്ടിന് എന്താണ് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ആക്ച്വേറ്റർ. സ്റ്റെപ്പർ മോട്ടോർ, സെർവോ മോട്ടോർ, DC മോട്ടോർ, ഇതൊക്കെ തന്നെ ആക്ച്വേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ്? ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ഏതാണ്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പൈത്തൺ ആണ്. പക്ഷെ അവിടെ ഒരു സംശയമുണ്ട്, എന്താണ് ഇന്റർപ്രറ്റഡ്? ഇന്റർപ്രറ്റഡ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ആണ്. അതായത് നമുക്ക് മനസ്സിലാവുന്ന പൈത്തൺ, ജാവ പോലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തയ്യാറാക്കിയ കോഡുകൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ അതിന് കമ്പ്യൂട്ടറിൽ മനസ്സിലാവുന്ന ഭാഷയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഇന്റർപ്രറ്റഡ് അല്ലെങ്കിൽ കമ്പൈലർ. ഇന്റർപ്രറ്ററും ഉണ്ട്, കമ്പൈലറും ഉണ്ട്. ചില ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് കമ്പൈലർ ആയിരിക്കും, ചില ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ഇന്റർപ്രറ്റർ ആയിരിക്കും. പൈത്തൺ യൂസ് ചെയ്യുന്നത് ഇന്റർപ്രറ്റർ ആണ്. ഇന്റർപ്രറ്റർ ആയതുകൊണ്ട് തന്നെ പൈത്തൺ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും അവിടെ എക്സിക്യൂഷൻ നടക്കുന്നത്. എന്നാൽ കമ്പൈലർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണെങ്കിൽ ഹോൾ കോഡ് ഒരുമിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനൊരു ഒബ്ജക്റ്റ് കോഡിന്റെ ഒരു ഫയലാക്കി മാറ്റും. ഓക്കെ, എന്നിട്ടായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ് ലൈൻ ബൈ ലൈൻ ആയിട്ട് അവിടെ നിന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യുക.